വെൽക്കം ടു RK-NEXT. CM Kids സ്കോളർഷിപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. CM Kids സ്കോളർഷിപ്പ് പരീക്ഷയുടെ സിലബസും സ്വഭാവവും. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഈ സ്കോളർഷിപ്പ് ആർക്കൊക്കെ എഴുതാൻ പറ്റും, അതുപോലെ തന്നെ ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ്, എത്ര പേപ്പറുകൾ ഉണ്ട് എന്നൊക്കെ നമ്മൾ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സ്കോളർഷിപ്പിന്റെ സിലബസും സ്വഭാവവും ഇതാണ്. നമുക്ക് നോക്കാം. 2026-27 അധ്യയന വർഷത്തെ 7ാം ക്ലാസ്സിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ച സ്കീം ഓഫ് വർക്ക് അനുസരിച്ച് ജനുവരി 31 പൂർണ്ണമായി തീരുന്ന പാഠഭാഗങ്ങളാകും ഇതിൽ ഉൾപ്പെടുത്തുക. അതായത് നമ്മുടെ ഈ ഒരു അധ്യയന വർഷത്തെ ജനുവരി 31 മുന്നേ തീരുന്ന പാഠഭാഗങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു എക്സാമിന് ഉണ്ടാകും. ഓക്കെ, അടുത്തതായി 7ാം ക്ലാസ് വരെ കുട്ടി നേടേണ്ട പഠന ലക്ഷ്യങ്ങളെ പരിഗണിച്ചായിരിക്കും ചോദ്യങ്ങൾ. 7ാം ക്ലാസ് വരെ നിങ്ങൾ എന്തൊക്കെ പഠിച്ചോ അതൊക്കെ നിങ്ങളുടെ ഈ ഒരു സ്കോളർഷിപ്പിന്റെ ഭാഗമായിരിക്കും. ക്വസ്റ്റ്യൻസിൽ അതൊക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. പ്രത്യേകമായിട്ടും ചോദ്യങ്ങൾ ഈ ഒരു രീതിക്കൊക്കെ ആയിരിക്കും. ശരിയായ ഒരു ഉത്തരം തിരഞ്ഞെടുക്കുന്നവ, പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ, മാച്ചിങ് ടൈപ്പ് ചോദ്യങ്ങൾ, അതുപോലെ ഒന്നിലധികം ശരിയായ ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കുന്നവ. അപ്പൊ ഇത്തരം ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട് പരിചയം ഉണ്ടാകും അല്ലെ, നമ്മൾ എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത്. അപ്പോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് CM Kids സ്കോളർഷിപ്പിന്റെ ചോദ്യ പേപ്പറിലും കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സെലക്ട് റെസ്പോൺസ് ഐറ്റംസ് മാതൃകയിലായിരിക്കും നിങ്ങളുടെ ചോദ്യ പേപ്പറുകൾ. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനെയാണ് നമ്മൾ എന്ത് പറയാ, സെലക്ട് റെസ്പോൺസ് ഐറ്റംസ് എന്ന് പറയാം. ഈ ചോദ്യങ്ങളെയാണ് അങ്ങനെ പറയാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഒരു കുട്ടിയുടെ പ്രധാനമായിട്ടും ആശയപരമായ, കുട്ടികളുടെ അറിവ് പ്രയോഗിക്കുന്ന രീതിയിലുള്ള, അതുപോലെ വിശകലനാത്മകമായ ചിന്ത, വിമർശകാത്മകമായിട്ടുള്ള ചിന്ത, സർഗാത്മക ചിന്ത, ഗണനാ ചിന്തയും, അതായത് മാത്സ്, മാനസിക ശേഷിയും, മെന്റൽ എബിലിറ്റി, അപ്പോ മൂല്യ മനോഭാവങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ഒരു കുട്ടിയുടെ ഇത്തരത്തിലുള്ള എല്ലാ ചിന്താശേഷി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആ എക്സാമിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത്. അപ്പോ ഇത്തരത്തിലുള്ള എല്ലാ കോൺസെപ്റ്റും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ സാധിക്കും. ചോദ്യങ്ങളുടെ രീതികൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ആ രീതിയിൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. പരിസര പഠനം, പൊതുവിജ്ഞാനം, അതുപോലെ തന്നെ വിഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള പരിസര പഠനം, പൊതുവിജ്ഞാനം വിഭാഗങ്ങളിൽ കല, ആരോഗ്യ, കായിക പ്രവൃത്തി പഠനം, IT ഉൾപ്പെടെയുള്ള മേഖലകൾ പരിഗണിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കറിയാം അല്ലെ, നമ്മുടെ ഇതുവരെ പഠിച്ച പാഠഭാഗങ്ങളിലെല്ലാം പരിസര പഠനവുമായി ബന്ധപ്പെട്ടതും, പൊതുവിജ്ഞാനവും, അതുപോലെ കലയുമായി ബന്ധപ്പെട്ടതും, ആരോഗ്യം, കായികം, പ്രവൃത്തി പഠനം, IT ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഈ മേഖലകളിൽ നിന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാമെന്നും എല്ലാ വിഷയങ്ങളുടെയും പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അനുബന്ധ വായനാ സാമഗ്രികൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് ശരിക്കും നമുക്ക് പഠിക്കാനൊരു പാഠവും ആ പാഠം നമുക്ക് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സും പറഞ്ഞു തരുന്നുണ്ട് അല്ലെ. അപ്പൊ രണ്ടും നമുക്ക് നോക്കണം. അതായത് പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട അനുബന്ധ വായനാ സാമഗ്രികൾ, തുടർ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ പരിഗണിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ തുടർ പ്രവർത്തനം, അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡിൽ ഉണ്ടാവുന്ന ബോക്സിലുള്ള ഇൻഫോർമേഷൻസ് എല്ലാം നമുക്ക് ഈ ഒരു എക്സാമിന് ബാധകമായിരിക്കും എന്നും. ചോദ്യങ്ങൾ മലയാളത്തിലും ഉണ്ടാവും, അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ഉണ്ടാവും. അപ്പൊ ഒരേ ചോദ്യം തന്നെ 2 ലാംഗ്വേജുകൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കും. ഇനി 4 ആൽഫ കോഡുകളിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ എനിക്ക് ആൽഫ കോഡ് A ആണ് കിട്ടിയതെങ്കിൽ എന്റെ അടുത്തിരിക്കുന്ന കുട്ടിക്ക് ആൽഫ കോഡ് B ആയിരിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ എക്സാക്ട് സെയിം പോലെ ആയിരിക്കില്ല, ക്വസ്റ്റ്യൻസ് സെയിം ആയിരിക്കും, പക്ഷേ ക്വസ്റ്റ്യൻ നമ്പറിൽ എന്താണ് വ്യത്യാസം ഉണ്ടാകും. അപ്പൊ ഇത് CM Kids സ്കോളർഷിപ്പ് എക്സാം ആയതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പൊ നമ്മുടെ 4 ആൽഫ കോഡുകളിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുക. ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എക്സാമിന് 2 പേപ്പേഴ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ പേപ്പറിൽ 1ാം ഭാഷ, ഗണിതം, ഇതാണ് നമ്മുടെ ആദ്യത്തെ പേപ്പറിലുള്ളത്, പേപ്പർ 1. ഇതിൽ 3 പാർട്ടുകൾ ഉണ്ട്. ആ പാർട്ടുകൾ എങ്ങനെയാണ്? പാർട്ട് Aയിൽ 1ാം ഭാഷ, ഇപ്പൊ മലയാളം, കന്നഡ, തമിഴ്, അറബി, ഉറുദു, സംസ്കൃതം, ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഇനി പാർട്ട് Bയിലാണെങ്കിലോ 1ാം ഭാഷ, മലയാളം, കന്നഡ, തമിഴ്, ഇതിൽ കലാ വിദ്യാഭ്യാസവുമായി ഉദ്ഗ്രഥിച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. ഇനി 3ാമത്തെ പാർട്ട് Cയിലാണ് എന്ത്, ഗണിതവും മാനസിക ശേഷിയും വരുന്നത്. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ പേപ്പർ 1 എന്താണ്, 1ാം ഭാഷയും ഗണിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് വരിക. ഓക്കെ, അടുത്തത് പാർട്ട് 2 ആണ്. പാർട്ട് 2ൽ പ്രധാനമായും ഇംഗ്ലീഷ്, ശാസ്ത്രീയം, സാമൂഹിക ശാസ്ത്രം, ഇതിലും അതുപോലെ തന്നെ 3 പാർട്ടുകൾ ഉണ്ട്. അപ്പൊ ആ പാർട്ടിലെ Aയിൽ എന്താണ്, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ പാർട്ട് Bയിൽ അടിസ്ഥാന ശാസ്ത്രം,
ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആരോഗ്യ, കായിക, വിദ്യാഭ്യാസ, തൊഴിൽ, ഉദ്ഗ്രഥിത വിദ്യാഭ്യാസം. ഇനി IT, ഇതൊക്കെയായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ പാർട്ട് 2-ലും ഉണ്ടാവും. ഇനി പാർട്ട് C ആകട്ടെ സാമൂഹിക ശാസ്ത്രം, ആനുകാലിക സംഭവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ പാർട്ട് സിയിൽ ഉണ്ടാവും. അപ്പൊ പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ട് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും. 2 പേപ്പറുകളാണുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനുള്ളത്. ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോ ഇറ്റ്സ് മീ ആതിര ഫ്രം RK Next. ബൈ.